ഹായ് ഫ്രണ്ട്സ്, നമ്മ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുറുവന്മാരെ പറ്റിയാണ് കേട്ടോ. കുറുവന്മാർ പിന്നെ മോഷ്ടിക്കാൻ വരുമെന്നും തല്ലിപ്പൊട്ടിക്കുമെന്നും തലപൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ട് ജനങ്ങളെല്ലാം ഭീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒന്നും നമുക്ക് വലിയ ശല്യം ഉണ്ടായിട്ടില്ല, പക്ഷേ വടക്കൻ ദേശങ്ങളിലൊക്കെ അത് ഭയങ്കരമായിട്ട് അവരെല്ലാം പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ലോണം അറിയാമെന്നുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ ഇവിടെ ആണല്ലോ, കായംകുളം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ഒരു പ്രചരണം ശരിയായ രീതിയിലാണെങ്കിലും കുപ്രചരണമാണെങ്കിലും അവിടെ ശരിക്കും അങ്ങ് വ്യാപിച്ചിരിക്കുകയാണ്. അന്നേരമാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് ഞാനും ചേച്ചിയും കൂടെ ഓച്ചർ അമ്പലത്തിലേക്കൊന്ന് പോയി. അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ടൈമിങ്ങിനാണ് ബസ്സുള്ളത് കേട്ടോ. അപ്പോൾ ഇവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇവരുടെ വഴിയുള്ള ആ ബസ് അങ്ങ് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ച് ദൂരം നടന്ന് അങ്ങോട്ട് പോയാൽ നമുക്ക് അവിടെ നിന്ന് വേറെ ബസ് കിട്ടും, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ കുറച്ച് ദൂരമുണ്ട് ഒരു വഴി കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ് റൂട്ട് എന്നുള്ള വഴി അല്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വഴിവെക്കലുണ്ടല്ലോ, അപ്പുറവും ഇപ്പുറവും നമ്മളിവിടത്തേക്ക് പോലെ വെറും റോഡും വാഹനങ്ങളും വീടുകളും മാത്രമല്ല കാണുന്നത്. വഴിവെക്കിലൊക്കെ എല്ലാം നിറയെ ചെടികൾ എന്ന് വെച്ചാൽ ഈ ആരും നട്ടതല്ല, പ്രകൃതിയുടെ ആയിട്ടുള്ള തന്നെ ഈ അയ്യങ്ങളിൽ നിറഞ്ഞ് കിടപ്പുണ്ട്. ശരിക്കും ചെടികളുണ്ട്. എനിക്കറിയാം പലതരം പഴയ നമ്മളിവിടെ കളിക്കാനൊക്കെ പോകുമ്പോഴേ ചെറുതിലെ കാണുന്നതായിട്ടുള്ള ഒരു കുറേ തരം ചെടികൾ. കമ്മ്യൂണിസ്റ്റ് പച്ചയുണ്ട്, അതിൽ പൂച്ചെടി അങ്ങനെയുള്ളതുണ്ട്. പിന്നെന്താ ശംഖുപുഷ്പത്തിന് അതേപോലെ മോഡലിലുള്ള വേറൊരു കളർ മാത്രമേ ചേഞ്ചുള്ളൂ, മോഡൽ അതുപോലെ തന്നെയുള്ള ഒരു പൂ, അങ്ങനെയൊക്കെ ഒത്തിരി. പിന്നെ ഈ ഒരു പുഴുപ്പുണ്ട്, പുല്ലെന്ന് പറയും, ഒരു പുഴു പോലെ ഇരിക്കും ആ പുല്ല്. അത് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ കയറ്റിയൊക്കെ ഞങ്ങളൊക്കെ പണ്ട് കൊച്ചിലേ കളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പിന്നെ ഈ സ്നേഹപ്പുല്ലെന്ന് പറയുന്ന പുല്ല്, അങ്ങനെയൊക്കെ ഒത്തിരി പുല്ലുകൾ അവിടെ. ഇങ്ങനെ പുല്ലെന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്ലവർ ഷോയ്ക്കൊക്കെ നമ്മൾ ചെന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ അയ്യങ്ങളെല്ലാം പൂത്ത് കിടക്കുന്നത്, അയ്യത്തെല്ലാം. അങ്ങനെ ഞാനതൊക്കെ എങ്ങനെ ആസ്വദിച്ചു. എനിക്ക് ഭയങ്കര ഒരു ആഹ്ലാദവും പിന്നെ ഒരു കൗതുകവും ഒക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി കണ്ടോ ഇവിടെയൊക്കെ സ്ഥലമുള്ളതുകൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ. നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളവിടെ സ്ഥലമില്ലല്ലോ, മുറ്റത്തൊരു ചെടി വയ്ക്കാൻ തന്നെ ആൾക്കാർക്ക് സ്ഥലമില്ല ഇപ്പം. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ വീഡിയോ എടുക്കുക, ഇതൊക്കെ എനിക്ക് പറയാനുള്ളതാണ്, പഴയ സാധനങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരും. അങ്ങനെ വന്നപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കുണ്ട് ഒരു വീടിൻ്റെ മുറ്റത്ത് നമ്മളെവിടെയൊക്കെ പോലല്ല അവിടെയൊക്കെ റോഡിൻ്റെ മതിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അവിടെ നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഒരു മതിലിൻ്റെ പുറത്ത് ഇവിടെയൊക്കെ അങ്ങനെ വയ്ക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ അവിടെ ആര് ചോദിക്കാൻ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നിറച്ച് ചെടികൾ വെച്ചിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് പോയപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇതുകൂടെ എടുക്കാം, ഇത് പുറത്തല്ലേ, ആരോടും ചോദിക്കൊന്നും വേണ്ടല്ലോ. ഇത്ര ഭയങ്കരമായിട്ടൊരു ഭയങ്കര വലിയ കൊലാ നിൽക്കുന്ന തെറ്റി, പിന്നെ അതുപോലെ തന്നെ മന്ദാരം അങ്ങനെയൊക്കെ ഒത്തിരി പൂക്കൾ നല്ല ഇവിടെയൊക്കെ ഒരു കോഴിപ്പൂ എന്ന് പറഞ്ഞാൽ ഒരു വള്ളി പോലെ ഇങ്ങനെ നീളത്തിന് നടക്കുന്ന ഒരു സൈസുണ്ട്, ഇങ്ങനെ നിൽക്കണമല്ല, അതൊക്കെ ഒത്തിരി നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ തെറ്റിയൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തിട്ട് ഞാനും ചേച്ചിയും കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കും. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ ഉണ്ട് ഒരു ഈ പാടത്തൊക്കെ ഇപ്പോൾ കൃഷിയൊക്കെ മോശമല്ല, അവരൊക്കെ ചേച്ചിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയൊന്നും ഇപ്പോൾ കൃഷി ഇറക്കുന്നില്ല, അവരൊക്കെ വേറെ വിളയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കൃഷിപ്പാടത്ത് ഇങ്ങനെ ഇവർക്ക് ഇത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരത്തായിട്ട് ഞങ്ങൾ പോണ തൊട്ടടുത്തല്ല ഈ താമര നട്ടിട്ടുണ്ട് കേട്ടോ. താമര നട്ട് അത് 2-3 പ്രാവശ്യമായിട്ട് അവരിപ്പോൾ നടന്നത്. അവർ പറയുന്നത് കൃഷിക്കാലം കുഴപ്പമില്ല അതെന്നാണ് തോന്നുന്നത്. കാരണം ഇതിന് നോക്കണ്ടല്ലോ, വളമിട്ട് പിറകെ നടക്കണ്ട, വിത്തങ്ങ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഇതായ പറിക്കാൻ വന്നാൽ മതിയല്ലോ. അപ്പോൾ മറ്റേതുപോലെ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് പോലും മറ്റേത് വിളവ് കിട്ടാത്തത് കൊണ്ടാണ് അവരിപ്പോൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ താമര ഇങ്ങനെ പൊങ്ങി പൂവായിട്ടൊക്കെ നിന്നപ്പോൾ ഞാൻ അതും ഒരു ഹാപ്പിനെസ്സായിട്ട് ഇങ്ങനെ എന്താ പറയുക, അതും അങ്ങ് എടുക്കുക. ഞാൻ ചേച്ചി ഞാൻ അതെടുക്കട്ടെ, ചേച്ചി ഇത്തിരി നില്ലേ നടക്കല്ലേ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ എടുത്തുകൊണ്ട് ചേച്ചി അവിടെ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിവൊക്കെ എടുത്ത് പോകുമ്പോൾ നമുക്കൊരു പാടത്ത് ഇച്ചിരി ദൂരത്തുള്ള നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ സൂം ചെയ്ത് താമര അങ്ങനെ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് പിറകിൽ നിന്നൊരു വിളി കേട്ടുകൊണ്ട് ചേച്ചി പറയണം. ഞാൻ കേൾക്കുന്നില്ല, എന്നുവെച്ചാൽ അത്ര ദൂരത്താണ്. അപ്പോൾ ഒത്തിരി ദൂരെ നിന്നൊരു ലേഡി ഇങ്ങനെ ഓടി വരിക വിളിച്ചുകൊണ്ട്. അന്നേരം ചേച്ചി പറഞ്ഞു, ഇടി നമ്മളെയാണ് വിളിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മളെന്തിനാണ് വിളിക്കണേ? നമ്മളെ തന്നെയാന്ന് പറഞ്ഞു.
അപ്പം എനിക്ക് കത്തി. ഞാൻ പറഞ്ഞു ചേച്ചി ഇനി വീഡിയോ എടുത്ത ആ വീഡിയോ പൂക്കൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നില്ലേ, അതിൻ്റെ വീടിൻ്റെ അടുത്തങ്ങനെയുള്ള വീട്ടുകാരാരെങ്കിലും ആണെങ്കിലോ എന്തോ എനിക്ക് പെട്ടെന്ന് ഒരു സംശയം തോന്നി. അതിന് നീ പുറത്തുനിന്നല്ലേ വീഡിയോ എടുത്തത്, അതിനെന്താ എന്ന് ചേച്ചി പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു എന്നാൽ ചേച്ചി സംസാരിക്കാം, അപ്പം ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത് എടുക്കാമല്ലോ എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കുണ്ട് ചേച്ചി ഒന്നുകൂടെ വിളിച്ചു ചേച്ചി ഞങ്ങളെ ആന്നോ വിളിക്കുന്നേ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് ആന്ന് അവിടെ ഒന്ന് നിന്നാട്ടെ, ഒരു ഇച്ചിരി കാര്യം ചോദിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല ചേച്ചി നിന്നു. അപ്പം അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഇതായി. ഞാൻ ഫോൺ നിർത്തി ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവരെ നോക്കി നിൽക്കുക. അപ്പോൾ അവർ ദൂരേന്ന് ഫോണും കൊണ്ട് ഓടി വരിക, നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് അതേ വേഷത്തിൽ. അപ്പോൾ അടുത്ത് എത്തി ഉടനെ ഞങ്ങളെ കണ്ടതും ചേച്ചി അറിയാമെന്നുള്ളവരാണ്. ഓ നിങ്ങളായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ, എന്താ പറയുക, ഓടി എന്താ കാര്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറയാം അതേ കുറുവന്മാരൊക്കെ ഇവിടെയൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പകലൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ വന്നിറങ്ങി വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടൊന്ന് കൊടുത്തിട്ടാണ് കുറുവന്മാർ വരുന്നത്. അതുകൊണ്ട് അവരിലാരോ ആണെന്ന് ഞാൻ വിചാരിച്ചു. ഞാനിങ്ങനെ മീൻ അരച്ച് കലക്കി അതിനെ അടുപ്പത്ത് വയ്ക്കാനായിട്ട് ചട്ടിയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി തീ പിടിപ്പിക്കാമെന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഒരാളിങ്ങനെ മൊബൈൽ എടുത്തുകൊണ്ട് ഇങ്ങനെ പോണത് കണ്ടത്. അപ്പോൾ കൂടത്തിൽ ഒരു സാരിയുണ്ട്, ഒരു ചുരിദാറും ഞാൻ ചുരിദാറാണ് ഇട്ടുകൊണ്ട് പോണത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞേ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, ഇങ്ങനെ കുറുവന്മാർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ആൾക്കാരായിട്ട് തോന്നുന്നുണ്ടോ ഞങ്ങളെ കണ്ടിട്ടെന്ന് ചോദിച്ചു. അല്ല നിങ്ങളാണെന്ന് അറിഞ്ഞില്ലല്ലോ, ഇങ്ങനെ അല്ല ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തോ അടി വരികയാണെന്ന്. അവർ പുറത്തിറങ്ങിയപ്പോൾ അവിടെ 2 ആണുങ്ങൾ നിന്നു. അപ്പോൾ അവരോട് പറഞ്ഞത് ഇങ്ങനെ 2 ലേഡികൾ ഒരു സാരി ഒരു ചുരിദാറിട്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്, കുറുവന്മാർക്ക് കൊടുക്കാനാണെന്ന് അവരോട് പറഞ്ഞിട്ടാണ് വന്ന്. ഞാൻ ചെന്നവരെ പിടിച്ചു നിർത്താൻ പ്രശ്നമുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ട് വന്നു. ഇതിലും തീർന്നില്ല, അവരെന്താ ഒരു പണിയും കൂടെ കാണിച്ചു എന്നാൽ ചെറിയ അവർ പിന്നീട് നിന്ന് ഒരു ക്ഷമാപണം പോലെ നമ്മളുടെ പറഞ്ഞ കാര്യമാണിത്. അവർ പിന്നെ കുറച്ച് ദൂരത്തായിട്ട് അവരുടെ മോളും മരുമോളും താമസിക്കുന്നുണ്ടെന്ന് അവിടെ വിളിച്ച് പറഞ്ഞേക്കുക, ഇങ്ങനെ ചുരിദാറും സാരിക്ക് കൊടുത്ത ആൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരികയാണ്, ഞാൻ ഓടി എത്തിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ തടഞ്ഞോണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ പുറത്തിറങ്ങിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു നന്നായി, അന്യദേശത്തൊന്ന് അടിച്ച് ശരിയാക്കണ ലക്ഷണമാണല്ലോ ചേച്ചി കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ അല്ല ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, നമ്മളിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുകയാണ്, ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമ്മളതിനെ അതിനെ നേരിടണം എന്നുള്ള ഒരു രീതി തന്നെയാണ് അവരിയ്ക്കുന്നത്. കാരണം അവരുടെ ബന്ധുവിൻ്റെ വീട്ടിലൊക്കെ അവിടെ എന്തോ ശല്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പോട്ടെ സാരമില്ല, ഇപ്പം ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ടല്ലേ, എന്നാലും എനിക്ക് വിഷമമുണ്ട് നീ ഇങ്ങനെ പോയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് അടി കിട്ടുമോ, അപ്പോൾ നിങ്ങളോട് വരുന്നുണ്ടോ അങ്ങോട്ട്, ഞാനും കൂടി വരാം, അല്ലെങ്കിൽ ഇനി അവരെന്താ പറയണതെന്ന് അറിഞ്ഞില്ല. അവരും കൂടി ഒന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് അവരുടെ വീടെത്തിയപ്പോൾ അവിടെ മരുമോളും മോളും കൂടെ 2 കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് പുറത്തിറങ്ങി നിൽക്കുക. റോഡ് വക്കിലാണ് പുറത്തിറങ്ങി നിൽക്കുക, ഞങ്ങളെ പിടിക്കുക. അപ്പോൾ ഇവിടുന്നേ പോയപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞുകൊണ്ട് ദാണ്ടടി അതെ നമ്മളെ കണിയൻ്റെ ഏത്തയാണ് അവിടെ ചേച്ചിയാണ് അത്, പിന്നെ വേറെ പ്രശ്നമൊന്നുമുള്ളവരല്ല എന്ന്. ഉടനെ ആ കുട്ടികൾ എന്താ പറയണമെന്ന് പറയാം. അമ്മ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതോ വ്ളോഗേഴ്സ് ആയിരിക്കും, അവർ വീഡിയോ ഫോട്ടോ പൂവൊക്കെ കണ്ടുകൊണ്ട് എടുത്തുകൊണ്ട് പോണതായിരിക്കും എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് ആ കുട്ടി പറഞ്ഞു എന്ന്. ഉടനെ അവർ പറഞ്ഞ് അത് എനിക്ക് അങ്ങനെ അങ്ങോട്ട് പോയില്ല, ഇതിപ്പം എന്താ വിഷയം വരിക എന്നറിയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കങ്ങനെ തോന്നിയില്ല, ഈ കുട്ടി പറഞ്ഞിട്ട് വന്നാണ് അവരെ ന്യായം. എനിവേ എന്തായാലും നമ്മൾ വ്ളോഗേഴ്സ് പ്രത്യേക ശ്രദ്ധിക്കും. ഞാനിപ്പോൾ ഒരു വ്ളോഗറൊന്നും പറയാറൊന്നുമായിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് സബ്സ്ക്രൈബറൊന്നും അങ്ങനെ ആയിട്ടില്ല. പക്ഷേ നമുക്കിത് തുറന്ന് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. കാരണം വളരെ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് എന്ന ചാനൽ ഓപ്പണാക്കി വന്നപ്പോഴാണ് മനസ്സിലായത് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുപെട്ട പണിയാണെന്ന്. നമ്മൾ പറഞ്ഞാൽ പോലും അവർ തരാമെന്ന് പറഞ്ഞിട്ട് പോണതല്ലാതെ നമുക്ക് തരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ വേണോ വേണ്ടതെന്ന് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഇത് കേട്ടപ്പോഴും ഞാൻ അത് അനുഭവിച്ചപ്പോഴും എന്നിലുണ്ടായ ഒരു മാനസിക അത് നമ്മളൊന്ന് പേടിച്ചു കേട്ടോ, എന്താണെന്നറിയില്ലല്ലോ. പിന്നെ അത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ ഞാൻ 1-2 പേരോടൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇത് നിങ്ങൾ പറയണം, നിങ്ങൾക്ക് പറ്റിയത് ചെറുതല്ല, ഈ കാര്യം ഒരു ചെറുതല്ല, അതുമല്ല ഇങ്ങനെ ഒരു മൊത്തത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അറിയിക്കുന്നത് ഷെയർ ചെയ്യണം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒത്തിരി നാളായിട്ട് പറഞ്ഞില്ലേ എന്ന് വെച്ചിട്ട് 2 ആഴ്ചകളായി അവിടെ പോയിട്ട് എല്ലാവരും ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഇത് കണ്ടിട്ട് കരുതലായി ഇരിക്കുക. നമുക്ക് ഈ അനുവാദം ചോദിച്ചിട്ടാണല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലാതെ ചോദിക്കാതല്ല. അപ്പോൾ ഇത് പുറത്തുള്ള പൂവല്ലേ എന്ന് കരുതിയാണ് ഞാൻ ചോദിക്കാറുള്ളത്. അതിൻ്റെ പണിയാണ് എനിക്ക് കിട്ടിയത്. അല്ല ഞാൻ അകത്തോട്ട് പോയിട്ട് അതെ ഈ പോകുന്നിടത്തോട്ടെ ചോദിച്ചെങ്കിൽ അവർ സന്തോഷത്തോടെ സമ്മതിച്ചേനും, അവരുടെ വീട്ടിലുള്ളതല്ലേ. പക്ഷേ എന്താ വരാനുള്ളതൊന്നും വഴി തങ്ങൂല എന്ന് പറയുന്നതൊക്കെ ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒരു മുൻകരുതലായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഈ ഇതെന്ന് പറയുമ്പം ഇത് യൂട്യൂബ് തുടങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യട്ടെ, എവിടെ തുടങ്ങട്ടെ എന്നുള്ള ഒന്നാമത് അറിയില്ല. അപ്പം നമ്മൾ എന്തെടുത്തിട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ ഇഷ്ടപ്പെടും, നമുക്ക് ആര് സബ്സ്ക്രൈബ് തരും, നമുക്ക് ലൈക്ക് തരുമോ, കമൻറ്റ് തരുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു അങ്കലാപ്പ് നമ്മളെ മനസ്സിലുണ്ട്. അപ്പം നമ്മൾ ഏതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണേന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു ചില കാര്യങ്ങൾ കാണുമ്പോൾ എടുത്തിടാം എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഈ പൂക്കളൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇതായിട്ടൊക്കെ ഇടാമല്ലോ എന്ന് കരുതിയാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കാൻ പോയപ്പോൾ കിട്ടിയ പണിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മളിപ്പം സാധാരണക്കാരായിട്ട് ഇങ്ങനെ വഴിപോക്കരായിട്ട് പോയവരാണ്. ഈ ഖുർആൻ സംഘത്തിലുള്ളവരായിരുന്നുവെങ്കിൽ ഇവരെന്തോ ചെയ്തേനെ. അപ്പോൾ അവരേൽ എന്തെങ്കിലും ആയുധങ്ങളോ അല്ലെങ്കിൽ അവരേൽ എന്തെങ്കിലും അവർക്ക് ഇവരെ എതിരിടാനുള്ള എന്തെങ്കിലും ആരെ എതിർത്ത് വന്നാലും നേരിടാനുള്ളൊരു ശക്തിയോ കരുത്തോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും അതിനുള്ള ആയുധങ്ങളോ എന്തോ കൊണ്ടായിരിക്കുമല്ലോ ഇവരൊക്കെ നടക്കണേ. അപ്പം ഞാൻ ആലോചിച്ച് വന്നത് അതാണ്. അപ്പോൾ ഈ ഒരു വീട്ടമ്മ വീട്ടിൽ നിന്ന് അതേ വേഷത്തോടു കൂടി അടുപ്പത്ത് കൊണ്ടുവയ്ക്കാൻ പോയ മീനിനെ വരെ അവരവിടെ താഴെ വെച്ചിട്ട് ഓടി വന്ന് പിടിക്കാൻ ശ്രമിക്കണമെങ്കിൽ അപ്പോൾ അവർ നല്ല ധൈര്യമുള്ളവരല്ലേ. എന്തെങ്കിലും കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലേഡ് തന്നെ ആയിക്കോട്ടെ ഒന്ന് ചെയ്തിട്ട് ഓടിയാൽ തീർന്നില്ലേ. അപ്പോൾ അവരങ്ങനെയൊന്നുള്ള ഒരു ഇത് നോക്കിയില്ല. അവരെ വീട് വന്നു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി. അപ്പം അറ്റാക്ക് ചെയ്യാൻ വരും, അല്ലെങ്കിൽ ഈ നാട് അവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിചാരിച്ചും കൊണ്ട് അവർ വന്നല്ലേ. അപ്പോൾ അവരെ ഞാൻ പ്രത്യേകം ഒരു അപ്രിസിയേഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക്. കാര്യം എന്ന് വെച്ചാൽ അവർ വീട്ടുകാരെയും കുറച്ച് അടുത്ത നാട്ടുകാരെയൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പോകാൻ തയ്യാറുള്ളവരാണ് അവർ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മോളും ഒക്കെ ആയിട്ട് നിന്ന് സംസാരിച്ചു. അപ്പോൾ എനിക്ക് വേറൊരു ഉപകാരം കിട്ടി കേട്ടോ. അവർ രണ്ടുപേരും സബ്സ്ക്രൈബ് ചെയ്തു. ഉർവശി ശാപം ഉപകാരത്തിലായെന്ന് പറഞ്ഞതുപോലെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവരോട് ഞാൻ പറഞ്ഞു, അവരോട് എൻ്റെ ID കൊടുത്തു, നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാം, കണ്ടിഷ്ടപ്പെടണമെങ്കിൽ മതി എന്നും പറഞ്ഞു. കാരണം നമ്മളെന്തെങ്കിലും കോപ്രായങ്ങളല്ലേ ഇതിൽ കാണിച്ചു വയ്ക്കുന്നത്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പിന്നെ ചിലർ നമ്മൾ കൂടെ ഉള്ളവരിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അത്രയും ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരും ചെയ്യണമെന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഉപകാരം ഉണ്ടെന്നോ കൊള്ളാമെന്നോ തോന്നണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ എന്നൊക്കെ അവരോടും പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും ചെയ്യാം. മറ്റ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് നടക്കുമെന്ന് ഞങ്ങൾ അറിയാത്ത കുറച്ച് ഇട്ട് കൊടുക്കാം ചേച്ചിന്ന് എന്നോട് പറഞ്ഞും തന്നെയാണ് വിട്ടത്. പക്ഷെ അങ്ങനെയൊന്നും നടന്നൊന്നുമില്ല. കാരണം നമുക്കറിയാമല്ലോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വരുമ്പോഴത്തേക്കും. അപ്പം അതൊന്നും നടന്നില്ല. അപ്പം ഞാനിങ്ങനെ മുട്ടിലും ആയില്ല, പായിൽ കിടക്കുന്നേ ഉള്ളൂ. ആ പരുവത്തിൽ കിടക്കുന്ന ഒരു ബ്ലോഗറാണ്. അപ്പോൾ ബ്ലോഗറിന് അവകാശപ്പെടാനുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ എനിക്കൊരു ചാനലുണ്ടെന്നേ ഞാൻ പറയാറുള്ളൂ ആരോടും. അല്ലാതെ ഞാനൊരു യൂട്യൂബ് ബ്ലോഗറാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഏത് സൈഡിൽ നിന്നും ഏത് സമയത്തും എങ്ങനെയും നമുക്ക് അറ്റാക്ക് വരാം. നമുക്കെന്നല്ല എല്ലാവർക്കും വരാം കേട്ടോ. അത് യൂട്യൂബിൻ്റെ ആൾക്കാർ വ്ളോഗേഴ്സ് ആയതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. ഞാനിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അത് ഇതല്ലായിരുന്നുവെങ്കിലും ഞാൻ റോഡിൽ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പൂക്കളൊക്കെ കണ്ടാൽ ഞാൻ എടുക്കാറുണ്ട്. മെയിനായിട്ട് പൂക്കളും ചെടികളുമാണ് ഞാനിങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. അതിനെയാണ് ഞാൻ ഈ വഞ്ചായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഭംഗിയല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ പൊതുവേ അല്ലാതെ അതുകൊണ്ട് എൻ്റെ ഫോൺ അല്ലെങ്കിലേ നിറഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ എപ്പോഴെങ്കിലും എടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ ചെയ്തും കൂടെ വെച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് കരുതലായിരിക്കുക. ഈ കാര്യം നിങ്ങൾ അറിയിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ ആൾക്കാരെ എന്നെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നത് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ നിങ്ങളത് ഏറ്റെടുത്ത് അതുമായിട്ട് പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് അല്ലെങ്കിൽ കമൻസുകൾ എന്താണ് വരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരുന്നത്. ഞാനിങ്ങനെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒതുങ്ങി വല്ല അമ്പലങ്ങളിൽ പോണതോ പിന്നെ കൂടുതലും ട്രാവലും അമ്പലം പിന്നെ കുക്കിംഗ് ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒതുക്കത്തിൽ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വന്നത് ഞാൻ കുറച്ച് ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞു ഇതെന്തായാലും ആൾക്കാർ അറിയിക്കണം, നിങ്ങളിടുമ്പോൾ കാണുന്നവർ കണ്ടാൽ മതി, എത്ര വ്യൂസ് കയറും നമുക്കറിയില്ല, പക്ഷെ കാണുന്നവർ കണ്ടോട്ടെ, അത് ഒരു നല്ല കാര്യമാണ്, ഇട്ടേക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നിങ്ങൾ അതുമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ചെയ്യണം.
പിന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ എങ്ങനെ കൊള്ളാമോ എന്ന് എനിക്കറിയില്ല, അത്ര നിലവാരത്തിലൊന്നും എനിക്ക് ചെയ്യാനും അറിയില്ല. അപ്പോൾ എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളതെല്ലാം കണ്ടുകൊണ്ട് എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരണം. കമൻറ്റൊക്കെ പറയണം കേട്ടോ, എങ്കിലേ നമുക്കറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ചെയ്ത് വയ്ക്കുമ്പം ചെയ്ത് കൂട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും എന്ന്. ചിലപ്പോൾ ചിലർ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും നമ്മൾ ചോദിക്കണം എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോസ് എന്ന് ചോദിക്കുമ്പോൾ അവരൊരു ഈ സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ അതൊരിക്കലും ഒരു നല്ല വാക്കല്ല. അപ്പം നിങ്ങളിൽ നിന്നൊക്കെ എനിക്ക് കേൾക്കണം. അപ്പം നിങ്ങളൊക്കെ പറയണം ഇതെങ്ങനെയുണ്ട്, ഇയാളുടെ വീഡിയോ കുഴപ്പമില്ല, കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളില്ല, ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു തരണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാമെന്നല്ല, എല്ലാവർക്കും പ്രയോജനമാവുന്ന രീതിയിൽ ഈ ഒരു ചാനൽ കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ നമുക്ക് എങ്ങനെയെങ്കിലും കാശ് കിട്ടുക, പിന്നെ എങ്ങനെയെങ്കിലും ഒരു ഇതാവുന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾക്കാർ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ കാര്യത്തെക്കുറിച്ചും കൂടെ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഒത്തിരി 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 പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ പിന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുറുവന്മാരുടെ പ്രശ്നം, കുറുവന്മാരുടെ പ്രശ്നം അതാണ് ഇപ്പോഴത്തെ എൻ്റെ തീം. അപ്പോൾ അത് നിങ്ങളിപ്പോൾ കണ്ട് അതിനുള്ള ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. പുറത്തുള്ള എല്ലാ ആൾക്കാരും ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ എന്നെപ്പോലെ റോഡ് വക്കിലൊക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ അതും പോയിൻ്റാണ് കേട്ടോ. വീഡിയോ തന്നെ എടുക്കണമെന്നില്ല. അവർ പറയണമെന്ന് വെച്ചാൽ ഇതുപോലെ വന്ന് കണ്ട് നോക്കിയിട്ടൊക്കെ പോയിട്ട് കുട്ടികളെ പിടിക്കുന്നവരായാലും പിന്നെ ഇതുപോലെ കുറുവന്മാരായാലും ഒക്കെ ഇങ്ങനെ വരുന്നതെന്ന് ആണ് അവരൊക്കെ ഉറച്ച് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ അവരങ്ങനെ വിശ്വസിക്കുകയുള്ളൂ. പിന്നെ ശരിക്കും സത്യാവസ്ഥയിലില്ല എന്ന് ചോദിച്ചാൽ കൊണ്ടും താനും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ശരിക്കും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോ ലൈക്കിനോ കമൻറ്റിനോ വേണ്ടി മാത്രം പറയണമല്ല, ഇത് എല്ലാവരിലും എത്തിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പുറത്തെ റോഡിൽ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോകണം. എന്തെങ്കിലും ഇതുപോലെ അപ്പുറം ഇപ്പുറമൊക്കെ കണ്ട് നമുക്ക് തോന്നിയാൽ അവരോട് ചോദിച്ച് അവരോട് ആ കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് തിരിച്ച് പറയാൻ ഇതിപ്പോൾ ആ ചേച്ചിയെ കണ്ടതുകൊണ്ട് അവിടെ ഉള്ള ചേച്ചി ആയതുകൊണ്ടും അവിടെ ഉള്ള ചേച്ചി അറിയാമെന്നുള്ളൊരു ആ ചേച്ചി അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്നവരാണ്. കാരണം കുടുംബശ്രീയിലും പിന്നെന്താ ക്ഷീര ഇതൊക്കെ ഉണ്ട്, സൊസൈറ്റി അതിൻ്റെയൊക്കെ എന്തോ പ്രസിഡൻറ്റോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉള്ളത് കൊണ്ട് ചേച്ചി അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അല്ല ഞാനതിൽ എനിക്ക് ആ വഴി അറിയാം, മുമ്പ് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ചേച്ചി വരണില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പോവാമെന്നും പറഞ്ഞ് തനിയെ പോയപ്പോൾ എനിക്കിതൊക്കെ കണ്ട് ഞാൻ ഇത് എടുത്തുകൊണ്ടാണ് പോയിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അടി കിട്ടിയതിന്. അടി കിട്ടണ മാത്രമല്ല സ്റ്റേഷൻ വരെ വേണമെങ്കിൽ എത്തേണ്ടി വന്നതിന്. കാരണം ഇവർ പ്രശ്നമാകുമ്പം വിളിക്കുമ്പോൾ വരാൻ ആണുങ്ങൾ തയ്യാറുണ്ടായിരുന്നു, മോളും വരുമ്പോഴും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരും കൂടെ വിചാരിച്ചാൽ എന്നെ സുഖമായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. റോഡിൽ പോകുമ്പോഴൊക്കെ എല്ലാം നമ്മൾ ഈ വ്ളോഗേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഞാനിതിടുന്നത്. അവർക്കാണല്ലോ എപ്പോഴും ക്യാമറയും കൊണ്ട് എന്ത് കണ്ടാലും നമ്മൾ എടുക്കാം. നമ്മളെ വിചാരം അതല്ലേ, എന്ത് കണ്ടാലാണോ അവർക്ക് ഇഷ്ടപ്പെടുക, പൊതുജനത്തിന് എന്താ ഇഷ്ടപ്പെടണം എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുമല്ല നമ്മൾ ഇതിങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ഇതൊക്കെ എടുത്തും വയ്ക്കാറുണ്ട്. അവരെല്ലാവരും വളരെ ശ്രദ്ധിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അവരവരുടെ സ്വയരക്ഷ അവരവർ തന്നെ നോക്കുക. നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ഞാൻ അയ്യോ പത്തോന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 2-3 അടി കിട്ടുകയോ നമ്മളെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യങ്ങൾ എന്താണെന്നുള്ളത് പുറത്ത് പിന്നീടേ വരുള്ളൂ. പിന്നെ നമുക്ക് അവർ ലേബൽ തന്നെ വരും ചിലപ്പം കുറുവന്മാരെ കൂട്ടത്തിലുള്ള ആളാന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നിങ്ങൾ നല്ലവണ്ണം ചിന്തിച്ചും പ്രവർത്തിച്ചും തന്നെ എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. നിങ്ങൾ അതേപോലെ കരുതലോടുകൂടി തന്നെ ഓരോ ചുവടും വയ്ക്കുക. എല്ലാം നിങ്ങൾക്ക് നല്ലതാക്കട്ടെ എന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ തൊഴിലിലും ഓരോ രീതിയിലും നിങ്ങൾ വിജയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ചില ഘടകങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളുമുണ്ട്. കുറച്ച് എനിക്ക് പറ്റിയ കാര്യം ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാം ഇത് ശ്രദ്ധിച്ച് തന്നെ പോകണം. അതിന് വേണ്ടിയിട്ട് പിന്നെ വളരെ വളരെ നമ്മളെ സ്വന്തം രക്ഷ, നമ്മളെ സ്വയരക്ഷ നമ്മൾ തന്നെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലുള്ള ഒരാപത്തിലൊന്നും ചെന്ന് പെടാതെ. ഞാനും ഒന്ന് നല്ല പേടിച്ചു കേട്ടോ, പക്ഷേ ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കണക്കാക്കി തന്നെ ഇരിക്കുക. എവിടെ പോയാലും എന്തിനു പോയാലും നമ്മളത് ശ്രദ്ധിക്കുക. നമ്മളൊരു വ്ളോഗർമാരാണ് നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിനും എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു എന്ത് കാര്യവും എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം, ആൾ ചോദിച്ചിട്ടാണോ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ അതൊക്കെ ശ്രദ്ധിച്ചു തന്നെ പുറത്തുനിന്നുള്ള
ഇത് നമ്മളെ വന്ന് അറ്റാക്ക് വരാത്ത രീതിയിൽ തന്നെ നിങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ അതിനുള്ള അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും അവരുടേതായ നിലയിൽ വിജയിക്കാനുള്ള ഒരു അവസരം പിന്നെ ജഗദീശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീഡിയോ ഇന്ന് നിർത്തുന്നു. പിന്നെ എന്നെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഇത് കളഞ്ഞിട്ട് കൊണ്ടാണ് ഇടവരുത്തരുത്. എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ പറയുക, പിന്നെന്താ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയും വരുന്നതുവരെ